ഹനുമാൻ സ്വാമിയൊക്കെ കണ്ട് കെജ്രിവാൾ തിരഞ്ഞെടുപ്പിൻ്റെ പ്രചാരണത്തിന് നടുവിലേക്ക് ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങിയിരിക്കുകയാണ്. പക്ഷേ എനിക്കൊരു രണ്ട് സംശയങ്ങളുണ്ട്. ഒന്ന്, കോടതി പറഞ്ഞിരിക്കുന്നു ഗുരുതരമായ ആരോപണങ്ങളാണ് കെജ്രിവാളിനെതിരെ ഉള്ളത്, എന്നാലും ജാമ്യം കൊടുക്കുന്നു. ഒന്നത്. രണ്ടാമത്, ഈ കുറ്റങ്ങൾ ആരോപിക്കപ്പെട്ടിട്ടേ ഉള്ളൂ, കുറ്റം തെളിയിക്കപ്പെട്ടിട്ടില്ല, അതും ജാമ്യം കൊടുക്കാം. എല്ലാ കേസുകളിലും ജയിലിൽ വിചാരണ തടവുകാരായി കിടക്കുന്ന ഒരു സ്റ്റാറ്റസ് ഇത് തന്നെയല്ലേ, കുറ്റം തെളിയിക്കപ്പെട്ടിട്ടില്ല. നമ്മുടെ മദനിയെ പോലും നോക്കൂ, എത്ര വർഷമായി നിയമപരമായി കെജ്രിവാളിൻ്റെ അതേ സ്റ്റാറ്റസ് അല്ലേ. അപ്പോൾ കെജ്രിവാളിന് മാത്രമായി ഇങ്ങനൊരു പുതിയ നീതി ഉണ്ടായി വരുന്നത് എങ്ങനെയാണ്? കെജ്രിവാളിന് മാത്രമായിട്ട് പുതിയൊരു നീതി ഉണ്ടാക്കി എന്നാണ് സുപ്രീം കോടതി അവരുടെ ജഡ്ജ്മെൻറ്റിൽ എഴുതിയിട്ടുള്ളത്. സുപ്രീം കോടതി ജഡ്ജ്മെൻറ്റ് ഇന്നലെ ഉച്ച കഴിഞ്ഞ് തന്നെ അവർ അപ്ലോഡ് ചെയ്തു. ഇപ്പോൾ എൻ്റെ കയ്യിലുണ്ട്. 8 പേജുള്ള ജഡ്ജ്മെൻറ്റാണ്. അതിലവരിത് തന്നെയാണ് പറയുന്നത്. ഞങ്ങളിതൊരു സ്പെഷ്യൽ കേസായിട്ട് പരിഗണിക്കുന്നു, എന്നിട്ട് ജാമ്യം കൊടുക്കുന്നു. അപ്പോൾ മറ്റുള്ളവർക്ക് കൊടുക്കണ്ടേ നിങ്ങൾ ചോദിക്കും. അതും ഇതുമായിട്ട് താരതമ്യം ചെയ്യണ്ട. അല്ല, അതെങ്ങനെ, അങ്ങേരും രാഷ്ട്രീയക്കാരനാണ്, അങ്ങേരും ജയിലിലാണ്, താരതമ്യം ചെയ്യണ്ടെന്ന് പറഞ്ഞില്ലേ? തീർന്നു. താരതമ്യം ചെയ്യരുത്. ദിസുരുട്ടം മനസ്സിലായോ? ഇതിൽ സുപ്രീം കോടതി പറയുന്നു, അറ്റ് ദിസ് സ്റ്റേജ് ഇറ്റ് ഈസ് നോട്ട് പോസിബിൾ ഫോർ അസ് ടു ഐദർ കൺക്ലൂഡ് ദ ആർഗ്യുമെൻറ്റ്സ് ഓർ ഫൈനലി പ്രൊനൗൺസ് ദ ജഡ്ജ്മെൻറ്റ്. കേജ്രിവാളിൻ്റെ റിട്ട് പെറ്റീഷനാണ് എൻ്റെ അറസ്റ്റ് ഇല്ലീഗലാണെന്ന് പ്രഖ്യാപിച്ച് കിട്ടണം, എന്നിട്ട് എന്നെ തുറന്നു വിടണം. ഇതാണ് ആവശ്യം. കോടതി കേജ്രിവാൾ ഒരു ബെയിൽ ആപ്ലിക്കേഷൻ കൊടുത്തിട്ടില്ല, ജാമ്യം വേണമെന്ന് പറഞ്ഞിട്ടില്ല. ആദ്യ ദിവസം തന്നെ കോടതി ചോദിച്ചു, വൈ യു ആർ നോട്ട് അപ്ലൈയിങ് ഫോർ എ ബെയിൽ. അപ്പോൾ സിംഗ്വി പറഞ്ഞു, ഞാൻ വന്നിരിക്കുന്നത് ബെയിലിനല്ല, എൻ്റെ അറസ്റ്റ് ഇല്ലീഗലാക്കാൻ വേണ്ടിയിട്ടാണ്. എൻ്റെ അറസ്റ്റ് ഇല്ലീഗലായിട്ട് പ്രഖ്യാപിച്ച് കിട്ടണം, ഇതാണ് എൻ്റെ ആവശ്യം. കോടതിയുടെ അതുവരെ ഞാൻ ജയിലിൽ കിടക്കാൻ തയ്യാറല്ല. കോടതിയുടെ മനസ്സിൽ എന്താണെന്ന് അന്ന് സിംഗ്വിക്ക് മനസ്സിലായില്ല. എങ്കിൽ അപ്പോഴേ കൊടുത്താൽ മതിയായിരുന്നു. പക്ഷേ കോടതി എന്തുകൊണ്ടോ കോടതി എഴുതി തന്നിട്ടില്ല. പക്ഷേ കോടതി പറഞ്ഞു, ഞങ്ങൾ ഇൻറ്ററിം ബെയിൽ തരാൻ ആലോചിക്കുന്നു. അപ്പോൾ സിംഗ്വി പറഞ്ഞു, ഞങ്ങൾ ഇൻറ്ററിം ബെയിൽ അല്ലല്ലോ ചോദിക്കുന്നത്, ഞങ്ങളുടെ അറസ്റ്റ് ഇല്ലീഗലാക്കി പ്രഖ്യാപിക്കണം എന്നുള്ളതാണ്. അതൊക്കെ പ്രഖ്യാപിക്കാനൊക്കെ ഒരുപാട് ആർഗ്യുമെൻറ്റ്സും സംഗതിയൊക്കെ അത് താമസിക്കും. അതുകൊണ്ട് ഞങ്ങളൊരു ബെയിൽ അങ്ങോട്ട് തരികയാണ്. എനിക്കത് വേണ്ട സാർ, ആ കുന്ത് എനിക്ക് ആവശ്യമില്ല. അത് തന്നു കഴിഞ്ഞാൽ ഞാൻ എൻ്റെ അറസ്റ്റ് അംഗീകരിച്ച പോലെ ആകിപ്പോകും, എൻ്റെ റിട്ട് പെറ്റീഷൻ ഇൻഫ്രക്ച്വസ് ആകും. ഇല്ല, അത് ഇൻഫ്രക്ച്വസ് ആകാതെ നോക്കിയാൽ മതിയല്ലോ, അതൊന്നും കുഴപ്പമില്ല. ഞങ്ങൾ നല്ലത് നോക്കി ഒരു ബെയിൽ അങ്ങ് തരും, നിങ്ങളത് മേടിച്ചോ. പിന്നെ ഇയാൾ എന്ത് ചെയ്യും? സുപ്രീം കോടതി തന്നേ നോക്കുള്ളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇല്ല, ഞാൻ പോവില്ല എന്ന് പറയാൻ പറ്റില്ലല്ലോ. ഞാൻ ജയിലിൽ തന്നെ, ഞാൻ ഇറങ്ങില്ല എന്നൊക്കെ പറഞ്ഞ് വഴക്കുണ്ടാക്കാൻ പറ്റുമോ? അപ്പോൾ ശരി. അപ്പോൾ അടുത്ത പ്രശ്നം തുടങ്ങി. ഇങ്ങനെ ഇറങ്ങിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ചീഫ് മിനിസ്റ്ററുടെ ജോലിയൊന്നും ചെയ്തുകൂടാ. അപ്പോൾ സിംഗ്വി മനസ്സിൽ പറഞ്ഞു, അല്ലെങ്കിൽ തന്നെ ജോലിയൊന്നും ചെയ്യാറില്ല, വകുപ്പില്ല മന്ത്രിയാണ്, ഒരു പണിയില്ല, പിന്നെ എന്ത് ചീഫ് മിനിസ്റ്റർ ജോലി ചെയ്യാൻ. അപ്പോൾ സിംഗ്വി ഇത് ആലോചിച്ചിട്ട് സിംഗ്വി പറഞ്ഞു, ഞാൻ വേണമെങ്കിൽ അത് എഴുതി തരാം, ചീഫ് മിനിസ്റ്ററുടെ ജോലിയൊന്നും ചെയ്യില്ല എന്ന്. കാരണം ചെയ്യാറില്ലല്ലോ ഈ മനുഷ്യന്, ഇത് പാചകടി അല്ലാതെ വേറെ ഒന്നുമില്ലല്ലോ. അപ്പോൾ ചീഫ് മിനിസ്റ്ററുടെ ജോലിയൊന്നും ചെയ്യാൻ പാടില്ല. ശരി, അത് സമ്മതിച്ചു. കേന്ദ്ര സർക്കാർ ആർഗ്യൂ ചെയ്തു, ഇത് മറ്റേ കാര്യം മുഴുവൻ പറയട്ടെ. ഇറ്റ് ഈസ് നോട്ട് പോസിബിൾ ഫോർ us to either conclude the arguments or finally pronounce the judgment. However, there is an intervening factor which has prompted us to consider and pass the present order, namely 18th Lok Sabha general elections which are in progress. ഞങ്ങൾക്ക് ഈ കേസിൻ്റെ മെറിറ്റിലേക്കൊന്നും പോയാൽ ഒരുപാടൊക്കെ താമസിക്കും. ഞങ്ങളെ വെറി ചെയ്ത ഒരു ഘടകം 18ാം ലോക്സഭാ തെരഞ്ഞെടുപ്പാണ്, വിച്ച് ആർ ഇൻ പ്രോഗ്രസ്. അത് നടന്നുകൊണ്ടിരിക്കുന്നു. അതാണ് ഞങ്ങളുടെ പ്രധാനപ്പെട്ട കൺസേൺ. ഈ കൺസേൺ ഈ കേജ്രിവാളിനുമില്ല, ഇ ഡിക്കുമില്ല, കേന്ദ്ര സർക്കാരിനുമില്ല, പക്ഷെ കോടതിക്കുണ്ട്. കോടതി പറയുന്നു തെരഞ്ഞെടുപ്പ് ഒരു പ്രധാനപ്പെട്ട സംഗതിയാണ്. തെരഞ്ഞെടുപ്പ് ഈ കേസിൽ പ്രധാനപ്പെട്ട സംഗതിയല്ലല്ലോ. അല്ല, ആണ്. അത് ഞങ്ങളെ വല്ലാതെ ശല്യം ചെയ്യുന്നു മനസ്സിൽ.
മനസ്സിലായി. As the appeal is pending before us, we do not think it would be proper for us to direct the appellant, Arvind Kejriwal, to approach the trial court for interim bail or release. അടുത്ത കുത്താണ്. സാധാരണഗതിയിൽ ഇത്തരം കാര്യങ്ങളിൽ ഹൈക്കോടതിയാണെങ്കിലും സുപ്രീം കോടതിയാണെങ്കിലും ചെയ്യാറുള്ളത്, ഒരാൾക്ക് ജാമ്യം കൊടുക്കണം അവർക്ക് തോന്നിക്കഴിഞ്ഞാൽ അവർ പറയും, ഹവർ പ്രതിക്ക് കീഴ്ക്കോടതിയിൽ ജാമ്യാപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. അങ്ങനെ സമർപ്പിച്ചാൽ അതിൻ്റെ ന്യായാന്യായങ്ങൾ നോക്കിയിട്ട് യുക്തമായ ഉത്തരവ് കീഴ്ക്കോടതിക്ക് പ്രഖ്യാപിക്കാം. ഞങ്ങൾ ഇതിൻ്റെ മെറിറ്റിലേക്ക് കടന്നിട്ടില്ല, ഞങ്ങൾ എന്തെങ്കിലും വാ കൊണ്ട് പറഞ്ഞതുണ്ടെങ്കിൽ അത് കീഴ്ക്കോടതി ജഡ്ജിയെ സ്വാധീനിക്കാനും പാടില്ല എന്ന് പറഞ്ഞിട്ട് കീഴ്ക്കോടതിയിലേക്ക് വിടുകയാണ് ചെയ്യുന്നത്. അവിടെയാണല്ലോ ജാമ്യം തുടങ്ങുന്നത്. ചെയ്തില്ല. അത് ചെയ്യാതിരിക്കാനുള്ള കാരണമാണ് അവർ പറയുന്നത്, appeal pending, we do not think it would be proper for us to direct the appellant to approach the trial court. അതൊന്നും ശരിയാവില്ല. ഇത് ജഡ്ജ്മെൻറ്റിൽ എഴുതിയിരിക്കണം. അതൊന്നും ശരി, ഇറ്റ് വുഡ് നോട്ട് ബി പ്രോപ്പർ ഫോർ അസ്. ഇപ്പോൾ ഇനിയിപ്പോൾ ലോവർ കോർട്ടിലേക്ക് പോകണം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതൊക്കെ വലിയ ബുദ്ധിമുട്ടല്ലേ. ആപ്ലിക്കേഷൻ ടൈപ്പ് ചെയ്യണം, എന്തെല്ലാം ജോലികളൊക്കെ. അതെ അതെ. കാര്യം എന്താണെന്ന് വെച്ചാൽ ലോവർ കോർട്ടിൽ പോയി ജാമ്യം മേടിച്ചോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇയാൾ മേടിക്കില്ല. കാരണം ഇയാൾക്ക് ഈ അറസ്റ്റ് ലീഗലായിട്ട് കിട്ടണമല്ലോ. അതെ അതെ. അപ്പോൾ ഇയാൾക്ക് ജാമ്യം കൊടുത്ത് ഓടിച്ചിട്ട് പിടിച്ച് കുളത്തി ചാടിച്ചെങ്കിലും ജാമ്യം കൊടുത്ത് സുപ്രീം കോടതി അടങ്ങുള്ളൂ എന്നുള്ള ഒരു വാശിയാണ് സുപ്രീം കോടതി. ഏതോ ഒരു സൈഡ് പിടിച്ച പോലെയുണ്ട്. സൈഡ് പിടിച്ച പോലെ എന്ന് ഞാൻ പറയുന്നില്ല. കാരണം ഈ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ ജഡ്ജ്മെൻറ്റ് കഴിഞ്ഞ ആഴ്ച നമ്മൾ ഇന്നലെ സംസാരിച്ചപ്പോൾ ടീച്ചർ പറഞ്ഞ അതിനൊരു പൊളിറ്റിക്കൽ നേച്ചറുണ്ട്. അതിൻ്റെ കൺകറൻറ്റ് ജഡ്ജ്മെൻ്റ് എഴുതിയ ദീപാങ്കർ ദത്ത അതിനകത്ത് വളരെ കൃത്യമായിട്ട് അത് കൊണ്ടുവന്നു. ഇതൊരു ജനാധിപത്യത്തെ അട്ടിമറിക്കാനുള്ള റിട്ട് പെറ്റീഷനാണ്. ഞങ്ങളിത് അഡ്മിറ്റ് ചെയ്യാൻ പാടില്ലായിരുന്നു. പിന്നെയും ഞങ്ങൾ അഡ്മിറ്റ് ചെയ്ത് എന്താണെന്ന് വെച്ചാൽ ഇലക്ഷൻ കമ്മീഷൻ എന്ന് പറയുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻ, ഇലക്ഷൻ എന്ന് പറയുന്ന പ്രോസസ്സ്, ഇതേപ്പറ്റി ആർക്കെങ്കിലും എന്തെങ്കിലും വഷളൻ സംശയങ്ങളെങ്കിലും ഉണ്ടെങ്കിൽ മാറിക്കോട്ടെ എന്ന് വിചാരിച്ചാണ് ഞങ്ങളിത് അഡ്മിറ്റ് ചെയ്തത്. എന്നിട്ട് അതിൻ്റെ മെറിറ്റിലേക്ക് പോയിട്ട് EVM ഒരു കുഴപ്പമില്ല, VVPAT കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞ് കേസ് തള്ളി. അതിൽ 2 ഡയറക്ഷൻ കൊടുത്തു. 45 ദിവസത്തേക്ക് EVM സൂക്ഷിക്കണം. അതല്ലെങ്കിൽ തന്നെ സൂക്ഷിക്കാറുണ്ട്. ഇലക്ഷൻ പെറ്റീഷൻ വരുമ്പോൾ EVM ഹാജരാക്കേണ്ടി വരുമല്ലോ ഹൈക്കോടതിയിൽ. അതുകൊണ്ട് 45 ദിവസമാണ് ഇലക്ഷൻ പെറ്റീഷൻ കൊടുക്കാനുള്ള പരിധി. അപ്പോൾ 45 ദിവസം ഇവർ സൂക്ഷിച്ചേ പറ്റുള്ളൂ. 45-ൽ കൂടുതലും സൂക്ഷിക്കണം. കാരണം 45-ാമത്തെ ദിവസം രജിസ്ട്രാർക്ക് കത്തയച്ചിട്ട് ഏതെങ്കിലും ഇലക്ഷൻ പെറ്റീഷൻ പെൻഡിങ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ അങ്ങേരുടെ റിപ്ലൈ വന്നിട്ട് പിന്നെ ജില്ലാ കളക്ടറെ അറിയിച്ച് പ്രൊസീജിയറുണ്ട് അതിന്. ഇതൊക്കെ കഴിഞ്ഞിട്ട് EVM-ൽ ഡാറ്റ കളയുള്ളൂ. സോ ഓൾറെഡി ചെയ്തുകൊണ്ടിരുന്നത് ഒന്നും കൂടെ സുപ്രീം കോടതി നിർദ്ദേശം കൊടുത്തു, 45 ദിവസം സൂക്ഷിക്കണം കേട്ടോ. ഉണ്ട് സാർ, അല്ലെങ്കിൽ തന്നെ സൂക്ഷിക്കാൻ അല്ല, ഞങ്ങളത് എഴുതി തരാം. അതൊന്ന്. പിന്നെ മൈക്രോ കൺട്രോളർ പരിശോധിക്കണം എന്ന് ആരെങ്കിലും ആവശ്യപ്പെട്ടാൽ അതിന് സമ്മതിക്കണം. സ്ഥാനാർത്ഥിയായിരിക്കണം ആവശ്യപ്പെടുന്ന ആൾ, അതിൻ്റെ ചിലവ് സ്ഥാനാർത്ഥി വഹിക്കണം. ഇത് നടക്കുന്ന കേസല്ല കേട്ടോ. മൈക്രോ കൺട്രോളർ പരിശോധിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൈക്രോ കൺട്രോളർ ഏത്തപ്പഴമൊന്നുമില്ല കയ്യിൽ ഇതിനെടുത്തിട്ട് പഴുത്തോ എന്നൊക്കെ നോക്കാൻ. യു നീഡ് എക്സ്പെർട്ടീസ് ആൻഡ് യു ഹാവ് ടു സ്പെൻഡ് lakhs of rupees ടു ബ്രിങ് ദ എക്സ്പെർട്സ്. അവരുടെ ഫ്ലൈറ്റിലെ ചിലവ്, ഹോട്ടൽ താമസം, ഇതെല്ലാം ഈ സ്ഥാനാർത്ഥി വഹിക്കണം. തലയ്ക്ക് ഭ്രാന്താണ്. ഇങ്ങനെയൊന്നും ഒരു സ്ഥാനാർത്ഥി ചെയ്യാൻ പോകുന്നില്ല. റീകൗണ്ട് ചെയ്യും. അല്ലെങ്കിൽ സാധാരണ വരുന്ന ഇലക്ഷൻ പെറ്റീഷൻ ഒന്നും തന്നെ EVM-നെ ചൊല്ലിയല്ല. ഈ ക്യാമ്പയിൻ സമയത്ത് വർഗീയത പറഞ്ഞു, വ്യക്തിപരമായിട്ട് ആക്രമിച്ചു, അശ്ലീലം പറഞ്ഞു, ഇതൊക്കെ പറഞ്ഞിട്ടാണ് ഇലക്ഷൻ പെറ്റീഷൻ വരുന്നത്. ഏതായാലും അത് പോട്ടെ. ഇത് വെച്ച് ഇവർ ലോവർ കോർട്ടിലേക്കും അരവിന്ദ് കെജ്രിവാളിനെ പോകാൻ സമ്മതിക്കുന്നില്ല. ലോവർ കോർട്ടിൽ പോയി ജാമ്യം വാങ്ങിച്ചു എന്ന് പറഞ്ഞാൽ ഇന്നലെ ഉച്ചയ്ക്ക് സുപ്രീം കോടതി കൊടുത്ത ജാമ്യം ഇന്ന് ഉച്ചയ്ക്കലത്തേക്ക് ചിലപ്പോൾ മാറിയെന്ന് വരും. രാവിലെ തന്നെ ലോവർ കോർട്ടിൽ പോകുന്നു, ഉച്ചയ്ക്ക് അവർ ബെയിൽ കൊടുക്കുന്നു. പക്ഷേ ആ 24 മണിക്കൂർ പോലും സുപ്രീം കോടതിക്ക് വളരെ പ്രഷ്യസാണ്. എന്നിട്ട് ഇറ്റ്സ് നോ ഗെയിൻ സെയിങ് ദാറ്റ് ജനറൽ ഇലക്ഷൻസ് ടു ലോക്സഭ ഈസ് ദ മോസ്റ്റ് സിഗ്നിഫിക്കൻ്റ് ആൻഡ് ഇമ്പോർട്ടൻറ്റ് ഇവൻറ്റ് ദിസ് ഇയർ ആസ് ഇറ്റ് ഷുഡ് ബി ഇൻ എ നാഷണൽ ഇലക്ഷൻ. ആ ഇലക്ഷൻ വളരെ പ്രാധാന്യമുണ്ട്. 650 മുതൽ 700 മില്യൺ വരെ വോട്ടർമാർ ഇതിൽ പങ്കെടുക്കുന്നുണ്ട്. 97 മില്യൺ വിൽ കാസ്റ്റ് ദെയർ വോട്ട്സ്. ജനറൽ ഇലക്ഷൻസ് സപ്ലൈ ടു ഡെമോക്രസി. ഇത് വലിയ സംഗതികളാണ്.
അപ്പോൾ while examining the question of grant of interim bail, the court always takes into consideration the peculiarities associated with the person in question. ഇതിൽ ഉള്ള വ്യക്തിയുടെ പ്രത്യേകതകൾ ഞങ്ങൾ കൺസിഡർ ചെയ്തു. ആൻഡ് ദ സറൗണ്ടിങ് സർക്കംസ്റ്റാൻസസ്, സാഹചര്യങ്ങളും വിലയിരുത്തി. ഇൻഫാക്ട് ടു ഇഗ്നോർ ദ സെയിം വുഡ് ബി ഇനിക്യൂഷ്യസ് ആൻഡ് റോങ്. അത് ചെയ്തില്ലെങ്കിൽ അത് വലിയ മഹാപാപമായി പോകും. അതുകൊണ്ട് ഞങ്ങൾ ചെയ്തത് മാത്രമല്ല, ഇതിനു മുമ്പും ഞങ്ങളിത് ചെയ്തിട്ടുണ്ട്. ആ ജഡ്ജ്മെൻറ്റ്സ് അവർ പറയുന്നു. മുകേഷ് കൃഷ്ണ പൂരിയ വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് ബംഗാൾ. This court has held that the power to grant regular bail includes the power to grant interim bail. ഈ ഇൻ്ററിം ബെയിലിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്നറിയാമോ? ഇതൊരു അർത്ഥശൂന്യമായ പ്രയോഗമാണ്. ഇടക്കാല ജാമ്യം എന്ന് ടി വിക്കാരും എഴുതിക്കാം, പത്രക്കാരും എഴുതിക്കാം. എന്താ ഈ ഇടക്കാല ജാമ്യം? എല്ലാ ജാമ്യവും ഇടക്കാലമാണ്. FIR രജിസ്റ്റർ ചെയ്യുന്ന മുതൽ ജഡ്ജ്മെൻറ്റ് വരെ ഉള്ള സമയം, ഇതിനിടയ്ക്കാണ് ജാമ്യം കൊടുക്കുന്നത്. ജാമ്യം അപേക്ഷിക്കുന്നത് അപ്പോഴാണ്, കൊടുക്കുന്നത് അപ്പോഴാണ്. പിന്നെ ഏതാ ഇടക്കാല ജാമ്യം? ഈ ഇടയിലാണ് ജാമ്യം. എല്ലാ ജാമ്യവും ഇടക്കാലത്തുള്ള ജാമ്യമാണ്. വിധി വന്നു കഴിഞ്ഞ് പിന്നെ ജാമ്യം ഉണ്ടോ? ഒന്നുകിൽ ശിക്ഷ, അല്ലെങ്കിൽ വെറുതെ വിട്ടു. ജാമ്യം തന്നെയാണ്. കേസ് രജിസ്റ്റർ ചെയ്യുന്നതിന് മുമ്പ് ഒരു സാധനം ഉണ്ടോ? ഇല്ല. രജിസ്റ്റർ ചെയ്താൽ പിന്നെ മുൻകൂർ ജാമ്യമായി, അത് റെഗുലർ ബെയിലായി, ഇങ്ങനെ പോയി. ഇടക്കാല ജാമ്യം എന്ന അർത്ഥശൂന്യമായ വാക്ക് കോടതി ഉണ്ടാക്കിയതാണ്. അത് കോടതി സമ്മതിക്കുന്നുണ്ട് കേട്ടോ. ഇതിൽ ഈ ഇടക്കാല ജാമ്യത്തിൻ്റെ ന്യായങ്ങളാണ്. പിന്നെ സുനിൽ ഫുൽചന്ദ് ഷാ വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ ആൻഡ് അതേഴ്സ്, തുളസിദാസ് വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് മഹാരാഷ്ട്ര ആൻഡ് അതേഴ്സ്, അത്തർ പർവേസ് വേഴ്സസ് സ്റ്റേറ്റ്, ഇതിലൊക്കെ ഇങ്ങനെ. എന്നിട്ട് ഇവർ പറയുന്നു, പണ്ട് ഈ ദ എക്സ്പ്രഷൻ ഇൻ്ററിം ബെയിൽ ഈസ് നോട്ട് ഡിഫൈൻഡ് ഇൻ ദ കോഡ്. ഇൻ്ററിം ബെയിൽ എന്ന് പറഞ്ഞൊരു വാക്ക് ക്രിമിനൽ പ്രൊസീജിയർ കോഡിലില്ല, അതിന് ഡെഫിനേഷനും ഇല്ല. സുപ്രീം കോടതി പറയുകയാണ്. സുപ്രീം കോടതി ഇത് ഇപ്പം പറയുന്നതല്ല. സെൻട്രൽ ഇൻലാൻഡ് വാട്ടർ ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ ലിമിറ്റഡ് വേഴ്സസ് ബ്രോജോനാഥ് ഗാംഗുലി എന്ന കേസിലാണ് ഈ വിശദീകരണം വരുന്നത്. ആ കേസ് 1986 അതിലാണ് പറയുന്നു, ഇൻ്ററിം ബെയിൽ എന്ന് പറഞ്ഞൊരു സാധനമോ അതിൻ്റെ ഡെഫിനേഷനോ ക്രിമിനൽ പ്രൊസീജിയർ കോഡിലില്ല. ഇറ്റ് ഈസ് ആൻ ഇന്നോവേഷൻ ബൈ ലീഗൽ നിയോലോജിസം. നിയോലോജിസം എന്ന് പറഞ്ഞാൽ പുതിയ വാക്കുകൾ ഉണ്ടാക്കുന്ന സ്വഭാവം. പുതിയ ലീഗൽ വാക്കുകൾ, പുതിയ സാധാരണ വാക്കുകൾ ഉണ്ടാകുന്ന പോലെ പുതിയ ലീഗൽ വാക്കുകളും ഉണ്ടാകും. ഇപ്പം നമ്മുടെ പണ്ടില്ലാത്ത വാക്കുകളാണ് ഉഡായിപ്പ്, അടിപൊളി. ഇതൊന്നും പണ്ടില്ല, പിന്നീട് എപ്പോഴോ ഉണ്ടായതാണ്, സമൂഹം ഉണ്ടാക്കിയതാണ്. ഇതുപോലെ ജഡ്ജിമാരും ചില വാക്കുകൾ ഉണ്ടാക്കും. അങ്ങനെ ഉണ്ടാക്കിയതാണ് ഇൻ്ററിം ബെയിൽ എന്ന് അവർ തന്നെ രേഖപ്പെടുത്തുന്നു. ദ ടേംസ് ഇൻ്ററിം ബെയിൽ, ഇൻ്ററിം സസ്പെൻഷൻ ഓഫ് സെൻറ്റൻസ് have been used and accepted as part of legal vocabulary and are well known expressions. വെൽ നോൺ ആണ്. കുറേ കാലം ഉപയോഗിച്ച് കഴിയുമ്പോൾ അത് വെൽ നോൺ ആകും. അതെ, അപ്പോഴും അതിന് അർത്ഥമൊന്നുമില്ല, പക്ഷേ വെൽ നോൺ ആണ്, എല്ലാവരും കേട്ടിട്ടുണ്ട് സാധനം. ഇതാണ് ഇൻ്ററിം ബെയിൽ. ആപ്ലിക്കേഷൻ ഫോർ ഇൻ്ററിം സസ്പെൻഷൻ ആർ പ്രൈമർലി മൂവ്ഡ് ആൻഡ് പ്രേഡ് ഫോർ വെൻ ദ അക്യൂസ്ഡ് ഓർ കൺവിക്ട് ഈസ് നോട്ട് എൻറ്റൈറ്റിൽഡ് ടു ഓർ കനോട്ട് ബി ഗ്രാൻറ്റഡ് റെഗുലർ ബെയിൽ. ഇതൊക്കെ പ്രത്യേകിച്ച് അർത്ഥമില്ലാത്ത സെൻറ്റൻസസ് ആണ്. കാരണം ഇൻ്ററിം ബെയിലിന് തന്നെ അർത്ഥമില്ല. പിന്നെ ഇൻ്ററിം ബെയിലിനെ ജസ്റ്റിഫൈ ചെയ്യാനായിട്ട് റെഗുലർ ബെയിൽ, സാധാരണ ബെയിലും ഇടക്കാല ബെയിലും, ഇതൊക്കെ തമ്മിൽ എന്താ വ്യത്യാസം? ബട്ട് ഇതിൻ്റെ അഡ്വാൻറ്റേജ് നമ്മളുടെ ഹേമന്ത് സോറൻ എടുക്കാൻ നോക്കി, കിട്ടിയില്ല. ഇന്നലെ തന്നെയായിരുന്നു ഹേമന്ത് സോറൻ്റെ പെറ്റീഷൻ വന്നത്. ഹേമന്ത് സോറന് വേണ്ടി ഹാജരായത് നൺ അതർ ദാൻ കപിൽ സിബൽ, കേജ്രിവാളിന് വേണ്ടി അഭിഷേക് മനു സിംഗ്വി. ഒരു പ്രായവും സീനിയോറിറ്റിയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ കപിൽ സിബലാണ് കുറേ കൂടെ വലിയ വക്കീൽ. രണ്ടുപേരും മിടുക്കന്മാരാണ്. സിംഗ്വി കുറേ കൂടെ ഈ വഴിവിട്ട് സഞ്ചരിക്കുന്ന ഒരു വക്കീലാണ് സിംഗ്വി. കപിൽ സിബൽ ട്രഡീഷണൽ മെത്തേഡിൽ അദ്ദേഹത്തിൻ്റെ സാമർഥ്യം കൊണ്ടാണ് പലപ്പോഴും നേടിയെടുക്കുന്നത്. ഇതേ ജഡ്ജിമാരുടെ മുന്നിലാണ് വന്നത്. ഇതേ ജഡ്ജിമാരുടെ മുമ്പിൽ ഹേമന്ത് സോറൻ്റെ കേസ് വന്നു. അദ്ദേഹവും മുൻ മുഖ്യമന്ത്രിയാണ്, അദ്ദേഹത്തിൻ്റെ പാർട്ടിയും തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നുണ്ട്. ഈ ദ അപ്പലൻ അരവിന്ദ് കെജ്രിവാൾ ഈസ് ദ ചീഫ് മിനിസ്റ്റർ ഓഫ് ഡൽഹി ആൻഡ് എ ലീഡർ ഓഫ് വൺ ഓഫ് ദ നാഷണൽ പാർട്ടീസ്. ഇതാണ് ഹേമന്ത് സോറൻ.
ജാർഖണ്ഡ് മുക്തി മോർച്ച ഒരു പാർട്ടിയല്ലേ? ആണ്. അദ്ദേഹം അതിൻ്റെ നേതാവല്ലേ? ആണ്. അവിടെയും തിരഞ്ഞെടുപ്പ് നടക്കുന്നില്ലേ? ഉണ്ട്. ഈ പറഞ്ഞ 18ാം ലോക്സഭാ തിരഞ്ഞെടുപ്പ് നടക്കുന്ന ഒരു സ്ഥലമാണ് ഛത്തീസ്ഗഡ്. ബട്ട് ഹേമന്ത് സോറനെ പരിഗണിക്കുന്നില്ല. ഹേമന്ത് സോറനെ പരിഗണിച്ചപ്പോൾ ഇവർ പറഞ്ഞത് എന്താണെന്നറിയാം? ഹേമന്ത് സോറൻ സുപ്രീം കോടതിയിൽ വരുന്നത് രസകരമായ ഒരു സംഗതിക്കായിട്ടാണ്. ഹേമന്ത് സോറൻ ഇതുപോലെ എൻ്റെ അറസ്റ്റ് ഇല്ലീഗൽ അങ്ങനെയൊന്നും പറഞ്ഞില്ല. ലോവർ കോർട്ടിൽ ജാമ്യത്തിന് അപേക്ഷിച്ചു, തള്ളി. ഹൈക്കോടതിയിൽ ജാമ്യം കൊടുത്തു. ഹൈക്കോടതി അത് ജാമ്യത്തിന് അപേക്ഷിച്ചു. ഹൈക്കോടതി അത് പരിഗണിച്ചുകൊണ്ടിരിക്കുന്നു. ലിസ്റ്റ് ചെയ്ത് ഇങ്ങനെ പോകുന്നു. ഇതിനിടയ്ക്കാണ് ഹേമന്ത് സോറൻ കപിൽ സിബലുമായിട്ട് സുപ്രീം കോടതിയിൽ വരുന്നത്. അപ്പോഴത്തേക്ക് അരവിന്ദ് കെജ്രിവാളിൻ്റെ പെറ്റീഷൻ ഫയൽ ചെയ്ത് കഴിഞ്ഞിരുന്നു, അറസ്റ്റ് ഇല്ലീഗലാക്കണം. ആ പോയിൻ്റ് കൊള്ളാമല്ലോ എന്ന് നോക്കിയിട്ട് കപിൽ സിബൽ ഹേമന്ത് സോറൻ്റെ അറസ്റ്റ് ഇല്ലീഗലാണെന്ന് പ്രഖ്യാപിക്കണം, ഹേമന്ത് സോറന് ഇടക്കാല ജാമ്യം കൊടുക്കണം. സെയിം പറയാം. ഇടക്കാല ജാമ്യം ഹൈക്കോടതിയുടെ പരിഗണനയിലിരിക്കുന്നു. ഹൈക്കോടതി അത് നീട്ടിക്കൊണ്ടു പോകുന്നു. എൻ്റെ ആൾ ജയിലിൽ കിടക്കുന്നു. അതുകൊണ്ട് സുപ്രീം കോടതി ഇടപെട്ടിട്ട് ഹൈക്കോടതിയുടെ അന്തിമ തീരുമാനം വരുന്നത് വരെ ഇൻ്ററിം ബെയിൽ കൊടുക്കണം. ഹൈക്കോടതി ജാമ്യം കൊടുക്കുമല്ലോ എന്ന് അറിഞ്ഞല്ലോ. പക്ഷേ ആ തീരുമാനം വരുന്നത് വരെ സുപ്രീം കോടതി പീരീഡാണ്. അവിടെ പിന്നെയും ഈ ഇൻ്ററിം ബെയിലിനൊരു പ്രസക്തിയുണ്ട്. ഇൻ്ററിം ബെയിൽ പ്രയോഗത്തിന്, അതായത് ഹൈക്കോടതി ബെയിൽ കൊടുക്കണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നതിനിടയ്ക്ക് ആ ഇടയിലാണ് സുപ്രീം കോടതി ഒരു ഇൻ്ററിം ബെയിൽ ഞങ്ങൾക്ക് തരണം. കാരണം അവരിതിങ്ങനെ വെച്ച് നീട്ടിക്കൊണ്ടുപോകുന്നു, എപ്പോഴാകുമെന്നറിയാം. കൊടുത്തില്ല. കപിൽ സിബൽ അപ്പോൾ വാദിച്ചു, നാളെ നടക്കാൻ പോകുന്ന ഞാൻ പറയാം. ഹൈക്കോടതി ഞങ്ങളുടെ പെറ്റീഷൻ ബെയിൽ ആപ്ലിക്കേഷൻ റിജക്റ്റ് ചെയ്യും. അപ്പോൾ സുപ്രീം കോടതി പറയും, നിങ്ങളുടെ ഈ ആപ്ലിക്കേഷൻ ഇൻഫ്രക്ച്വസ് ആയി, നിങ്ങളിനി ഹൈക്കോടതിയുടെ അപ്പീലുമായിട്ട് വരണമെന്ന് ഞങ്ങളോട് പറയും. ഞങ്ങളിപ്പോൾ വന്നിരിക്കുന്നത് അപ്പീലല്ല, സ്പെഷ്യൽ ലീവ് പെറ്റീഷനായിട്ടാണ് ഞങ്ങൾ വന്നിരിക്കുന്നത്. സാങ്കേതികമായിട്ട് ഞങ്ങളെ വീണ്ടും മൂക്കുകൊണ്ട് ഇക്ഷ വരപ്പിക്കും. ഇത് തന്നെ ചെയ്തു. ഇന്നലെ ഇത് എടുത്തപ്പോൾ അപ്പോഴത്തേക്ക് ഹൈക്കോടതിയുടെ ജഡ്ജ്മെൻറ്റ് വന്നു. അവിടെ ജഡ്ജ്മെൻറ്റ് വന്നു കഴിഞ്ഞപ്പോൾ ജാമ്യം തള്ളി, ജാമ്യം നിരസിച്ചു. ഇതേ കാര്യം പറഞ്ഞു. ഇതേ സഞ്ജീവ് ഖന്ന, ദീപാങ്കർ ദത്ത പറഞ്ഞു, നിങ്ങളുടെ പെറ്റീഷൻ ഇൻഫ്രക്ച്വസ് ആയി. കാരണം ഹൈക്കോടതി പരിഗണിച്ചുകൊണ്ടിരിക്കുന്നു, അത് താമസിക്കുന്നു, അതുകൊണ്ട് ഇടക്കാല ജാമ്യം വേണമെന്നാണ് നിങ്ങൾ ആവശ്യപ്പെട്ടുകൊണ്ടിരുന്നത്. ഇപ്പോൾ ഹൈക്കോടതി പരിഗണിച്ച് കഴിഞ്ഞു, വിധി വന്നു കഴിഞ്ഞു. ഇനിയിപ്പോൾ നിങ്ങൾ അപ്പീലായിട്ട് വേണം വരാൻ, അല്ലാതെ ഈ ആപ്ലിക്കേഷൻ ഞങ്ങൾക്ക് പരിഗണിക്കാൻ പറ്റില്ല. കപിൽ സിബൽ പറഞ്ഞു, ഐ ടോൾഡ് യു യുവർ ലോർഡ്ഷിപ്സ്, ഐ ടോൾഡ് യു ദിസ് ഈസ് ഗോയിങ് ടു ഹാപ്പൻ, പ്ലീസ് കൺസിഡർ മൈ ആപ്ലിക്കേഷൻ. നോ, സോറി ശ്രീ കപിൽ സിബൽ, we cannot entertain. See, it's only a matter of common sense. When the High Court has given a judgment, you can only file an appeal in the Supreme Court. How can you come for an interim bail? No. ബെയിൽ ആപ്ലിക്കേഷൻ കൊടുക്കാത്ത കൊടുത്ത പാർട്ടിയാണ്. ബെയിൽ ആപ്ലിക്കേഷൻ കൊടുത്ത ആളിന് സാങ്കേതിക ന്യായം പറഞ്ഞിട്ട് ബെയിൽ കൊടുക്കാതിരിക്കുക. ബെയിലും വേണ്ട, ബെയിൽ ആപ്ലിക്കേഷൻ മൂവ് ചെയ്യില്ല എന്ന് പറഞ്ഞാൽ ഇരിക്കട്ടെ ഒരു ബെയിൽ എന്ന് പറഞ്ഞ് കൊടുക്കുക. അതിൻ്റെ ന്യായങ്ങൾ ഒരു 8 പേജിൽ നിരത്തുക. സുപ്രീം കോടതിക്ക് ന്യായം കണ്ടുപിടിക്കാൻ ഒരു പ്രയാസം. ചുമ്മാ അങ്ങോട്ട് പറഞ്ഞാൽ മതി എന്നേ. ഈ ദ ഫാക്ട് സിറ്റുവേഷൻ കനോട്ട് ബി കമ്പയർഡ് വിത്ത് ഹാർവെസ്റ്റിംഗ് ഓഫ് ക്രോപ്സ് ഓർ പ്ലീ ടു ലുക്ക് ആഫ്റ്റർ ബിസിനസ് അഫയേഴ്സ്. ഇത് ഇഡിയും കേന്ദ്ര സർക്കാരും റേസ് ചെയ്ത പോയിൻ്റാണ്. ഒരു കർഷകന് കൊയ്യാനായിട്ട് ജാമ്യം കൊടുക്കുമോ? ഒരു ചെറിയ ബിസിനസ്സുകാരൻ, അവൻ്റെ ആൾക്കാർ പട്ടിണിയായി പോകും ഞാൻ പോയില്ലെങ്കിൽ, ആ കമ്പനി നടത്തിയില്ലെങ്കിൽ, ജാമ്യം കൊടുക്കുമോ? ചുമ്മാ പറയുകയാണ്. ദിസ് കനോട്ട് ബി കമ്പയർഡ്. ഫിനിഷ്. ദിസ് കനോട്ട് ബി കമ്പയർഡ്. വൈ ഇറ്റ് ഈസ് നോട്ട് കനോട്ട് ബി കമ്പയർഡ്, ദാറ്റ്സ് ഓൾ. കഴിഞ്ഞു ഓടാ. എന്നിട്ട് ഈ കേജ്രിവാളിൻ്റെ കാര്യത്തിൽ പൊളിറ്റീഷ്യൻസിന് പ്രത്യേകതയുണ്ടോ? ഇല്ല. പൊളിറ്റീഷ്യൻസിനെ പ്രത്യേക ക്ലാസ്സായിട്ടൊന്നും ഞങ്ങൾ കാണുന്നില്ല എന്നവർ തെളിയിക്കുകയും ചെയ്തു ഹേമന്ത് സോറൻ്റെ കേസ്. എന്നാൽ ചിലരെ കാണുന്നുണ്ട്. ഈ ഒരു പൊളിറ്റീഷ്യന് മാത്രം ഈ സർക്കംസ്റ്റാൻസസിൽ ഞങ്ങൾ കൊടുക്കുന്ന ഇൻ്ററിം ബെയിലാണിത്. വേറെ ഒരു പൊളിറ്റീഷ്യനും ഇത് ആപ്ലിക്കബിൾ അല്ല എന്ന് പറയുന്നില്ല. വാക്കാൽ പറഞ്ഞു, കമ്പയർ ചെയ്യരുത്, അങ്ങനെയാണ് ഇങ്ങനെയാണ്, ആ പ്രത്യേക ക്ലാസ്സൊന്നും അല്ല എന്നൊക്കെ പറഞ്ഞു. പക്ഷേ എഴുതി വന്നപ്പോൾ ഇതിനകത്ത് ഒന്നുമില്ല. ഇത് വേണമെങ്കിൽ ഈ ഹർജി കോട്ട് ചെയ്തുകൊണ്ട്
ലോവർ കോർട്ടിന് പോലും സീരിയസ് കേസിൽപ്പെട്ട ഒരാൾക്ക് ജാമ്യം കൊടുക്കാൻ പറ്റും. കാരണം സുപ്രീം കോടതി കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ കുറേ അധികം ന്യായങ്ങളും അവർ പറയുന്നുണ്ട്. പ്രത്യേകിച്ച് തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുകയാണെങ്കിൽ ഇന്ത്യയിൽ തെരഞ്ഞെടുപ്പ് ഇല്ലാത്ത ഒരു ദിവസമില്ലല്ലോ. അത് പണ്ട് വിനോബാ ഭാവെ പറഞ്ഞ കാര്യം ഞാൻ പറഞ്ഞില്ലേ, സ്വാതന്ത്ര്യം കിട്ടിക്കഴിഞ്ഞപ്പോൾ വിനോബാ ഭാവെ പറഞ്ഞു കാര്യമൊക്കെ കൊള്ളാം, സ്വാതന്ത്ര്യം കിട്ടി, എനിക്കും സന്തോഷം. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഇനി തെരഞ്ഞെടുപ്പ് ഒഴിഞ്ഞ് നിങ്ങൾക്കൊരു ഒഴിവുണ്ടാവില്ല. ലോക്സഭാ തെരഞ്ഞെടുപ്പ്, അതിൽ വഴക്കുണ്ടായി, അവിടെ വീണ്ടും തെരഞ്ഞെടുപ്പ്, അതിൽ കേസ് വന്നു, അത് റദ്ദായി, അവിടെ ഉപതെരഞ്ഞെടുപ്പ്, ഒരാൾ മരിച്ചുപോയി, അതിൻ്റെ ഉപതെരഞ്ഞെടുപ്പ്, അപ്പോഴത്തേക്ക് നിയമസഭ വന്നു കഴിഞ്ഞു. നിയമസഭയിൽ ഇതൊക്കെ തന്നെ, ജയിച്ചവൻ അവൻ തോറ്റതായിട്ട് പ്രഖ്യാപിച്ചു, അവിടെ തെരഞ്ഞെടുപ്പ്, ഒരാൾ രാജിവെച്ചു, അവിടെ തെരഞ്ഞെടുപ്പ്, ഒരാൾ ഡിസ്ക്വാളിഫൈഡായി, അവിടെ തെരഞ്ഞെടുപ്പ്, അപ്പോഴത്തേക്ക് പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് വന്നു. ഇപ്പോൾ ഒരു പൊളിറ്റീഷ്യനെയും നിങ്ങൾക്ക് അറസ്റ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ സാർ തമിഴ്നാട്ടിൽ തിരഞ്ഞെടുപ്പ് നടന്നു, അത് തന്നെ താൻ കേരളത്തിലല്ലേ? അല്ല, പക്ഷേ തിരഞ്ഞെടുപ്പിൽ എനിക്ക് എൻ്റെ പാർട്ടി ഉണ്ട്, അവിടെ എനിക്ക് ക്യാമ്പയിൻ ചെയ്യണം, ഞാൻ പോയി കഴിഞ്ഞാൽ എൻ്റെ പാർട്ടിക്ക് വോട്ട് കൂടും, എൻ്റെ ഫണ്ടമെൻ്റൽ റൈറ്റാണ്. ഭാഗ്യത്തിന് ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട് കേട്ടോ, അത് പറഞ്ഞിട്ടുണ്ട്, ഇത് ഫണ്ടമെൻ്റൽ റൈറ്റ് അല്ല, സ്റ്റാറ്റ്യൂട്ടറി റൈറ്റ് അല്ല, ലീഗൽ റൈറ്റ് പോലുമല്ല, എന്നാൽ പോലും ഞങ്ങൾ കൊടുക്കുകയാണ്, ഞങ്ങളുടെ സെലക്റ്റീവ് റൈറ്റാണ്. അല്ലേ? എന്നിട്ട് നോക്ക്, ഫൈനൽ കണ്ടീഷൻ ഇട്ടിരിക്കുകയാണ്, ഹീ ഷാൽ ഫർണിഷ് ബെയിൽ ബോൺസ് ഇൻ ദ സം ഓഫ് ₹50,000, 50,000 രൂപ മതി, കൂടുതലൊന്നും വേണ്ട, പാവമാണ്, കയ്യിൽ കാശൊന്നുമില്ല, 100 കോടി രൂപ വെട്ടിച്ചു എന്നാണ് കേസ്, പക്ഷേ അത് പോട്ടെ, 50,000 രൂപ മതി. ഹീ ഷാൽ നോട്ട് വിസിറ്റ് ദ ഓഫീസ് ഓഫ് ദ ചീഫ് മിനിസ്റ്റർ ആൻഡ് ഡൽഹി സെക്രട്ടേറിയറ്റ്. ഇദ്ദേഹം ഓഫീസിൽ പോകരുത്, ഡൽഹി സെക്രട്ടേറിയറ്റിലും പോകരുത്. പക്ഷേ അവർക്ക് ഇങ്ങോട്ട് വരാമോ? വരാം, അത് വരരുതെന്ന് എഴുതിയിട്ടില്ലല്ലോ. ഹീ ഷാൽ നോട്ട് വിസിറ്റ് ദ ഓഫീസ് എന്നാണ് എഴുതിയിരിക്കുന്നത്. ബട്ട് ദ ഓഫീസ് ക്യാൻ വിസിറ്റ് ഹിം. ചെയ്യരുതോ? ചെയ്യാം. അല്ലെങ്കിൽ സ്പെസിഫിക്കലി ഇവർ പറയണം, ഇദ്ദേഹം ഓഫീസിൽ പോകരുത്, ഓഫീസിൽ നിന്ന് ആരും ഇങ്ങനെയും വന്ന് കാണരുത് എന്ന് എഴുതണ്ടേ? എഴുതിയിട്ടില്ല. അതാണ് സാമർത്ഥ്യം എന്ന് പറയുന്നത്. അപ്പോൾ കേജ്രിവാൾ വീട്ടിലിരിക്കും, ഓഫീസിൽ വരില്ല, പക്ഷേ ഓഫീസുള്ളവർക്ക് ഇങ്ങോട്ട് വീട് ഓഫീസായിട്ട് ഇങ്ങനെ അങ്ങോട്ട് പോകരുത്. വീട് ഓഫീസായിട്ട് മാറുന്നില്ല, അവർ കാണാൻ വരുന്നു. സെക്രട്ടേറിയറ്റിൽ ഒരു ഉദ്യോഗസ്ഥൻ കാണാൻ വരുന്നു, ചീഫ് സെക്രട്ടറി കാണാൻ വരുന്നു. എന്നിട്ട് അതിലും അപ്പുറത്ത് ആണ് വേറൊരു ഓർഡർ. ഹീ ഷാൽ ബി ബൗണ്ട് ബൈ ദ സ്റ്റേറ്റ്മെൻറ്റ് മെയ്ഡ് ഓൺ ഹിസ് ബിഹാഫ് ദാറ്റ് ഹീ ഷാൽ നോട്ട് സൈൻ ഒഫീഷ്യൽ ഫയൽസ് അൺലെസ് ഇറ്റ് ഈസ് റിക്വയർഡ് ആൻഡ് നെസസറി ഫോർ ഒബ്റ്റെയിനിങ് ക്ലിയറൻസ് ഓർ അപ്രൂവൽ ഓഫ് ദ ലഫ്റ്റനൻറ്റ് ഗവർണർ ഓഫ് ഡൽഹി. കാരണം സിംഗ്വി ഈ വാദം പറഞ്ഞിരുന്നു, ഈ ഓഫീസിൽ പോകരുത്, അത് ചെയ്യരുത് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ചില കാര്യങ്ങൾക്ക് LGയുടെ അപ്രൂവൽ വേണം. LGയുടെ അപ്രൂവൽ വേണമെങ്കിൽ മുഖ്യമന്ത്രി തന്നെ ഒപ്പിട്ട് അയക്കണം, അതാണ് ചട്ടം. അത് വെച്ചിട്ട് മുഖ്യമന്ത്രിയുടെ ഒപ്പില്ല എന്നുള്ള കാരണം വെച്ചിട്ട് LG ഫയലുകൾ വെച്ച് താമസിപ്പിക്കാൻ സാധ്യതയുണ്ട്, അതും കൂടെ ഇല്ലാതെയാക്കണം എന്ന് പറഞ്ഞു. അപ്പം തന്നെ അതുകൊണ്ട് അത് ബ്ലോക്ക് ചെയ്തു, അത് സമ്മതിച്ചു. അപ്പോൾ മുഖ്യമന്ത്രി എന്ന നിലയിൽ കെജ്രിവാളിന് ഒപ്പിടാം. അതെ, ഹീ ഷാൽ ബി ബൗണ്ട് ബൈ ദ സ്റ്റേറ്റ്മെൻറ്റ് മെയ്ഡ് ഓൺ ഹിസ് ബിഹാഫ് ദാറ്റ് ഹീ ഷാൽ നോട്ട് സൈൻ ഒഫീഷ്യൽ ഫയൽസ്. അദ്ദേഹം ഒഫീഷ്യൽ ഫയൽ ഒപ്പിടില്ല എന്ന് സിംഗ്വി അവിടെ എഴുതി കൊടുത്തിട്ടുണ്ട് സ്റ്റേറ്റ്മെൻറ്റ്. അൺലെസ്, അതാണ് കളി. ഈ അൺലെസ്, നോട്ട് വിത്ത് സ്റ്റാൻഡിങ്, ഹൗവർ, ഈ വാക്കുകളൊക്കെ വരുമ്പോൾ തന്നെ മനസ്സിലാക്കണം പിന്നീട് വരുന്നത് ഇതിന് വിരുദ്ധമായ കാര്യമാണെന്നാണ് അതിനർത്ഥം. എപ്പോഴും ഇംഗ്ലീഷ് ഭാഷയിൽ അങ്ങനെയാണല്ലോ. ഇതൊക്കെ പറയുമ്പോൾ നോട്ട് വിത്ത് സ്റ്റാൻഡിങ് എനിത്തിങ് കണ്ടെയ്ൻഡ് എബവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുകളിൽ ഇതുവരെ പറഞ്ഞത് എന്താണെങ്കിലും ശരി, ഇനി പറയാൻ പോകുന്നത് വിൽ സ്റ്റാൻഡ്. ഇതാണ് ആ വാക്കുകളുടെ അർത്ഥം. അൺലെസ് ഇറ്റ് ഈസ് റിക്വയർഡ് ആൻഡ് നെസസറി ഫോർ ഒബ്റ്റെയിനിങ് ക്ലിയറൻസ് ആൻഡ് അപ്രൂവൽ ഓഫ് ദ ലഫ്റ്റനൻറ്റ് ഗവർണർ ഓഫ് ഡൽഹി. ലഫ്റ്റനൻറ്റ് ഗവർണർ ഓഫ് ഡൽഹിയുടെ അപ്രൂവൽ വേണ്ട ഫയലുകൾക്ക് ഇങ്ങനെ ഒപ്പിടാം. പ്രാക്ടിക്കലി ഹി ക്യാൻ ഡു എവറി ഡ്യൂട്ടി. അതെ, വകുപ്പില്ല മന്ത്രിയാണ് കേജ്രിവാൾ, ബാക്കി ഫയലുകളൊന്നും പുള്ളി ഒപ്പിടുന്ന കാര്യമില്ല. ദില്ലിയിലെ ഒരുമാതിരിപ്പെട്ട എല്ലാ കാര്യങ്ങൾക്കും ലഫ്റ്റനൻറ്റ് ഗവർണറുടെ അപ്രൂവൽ വേണം താനും. ഹി വിൽ നോട്ട് മേക്ക് എനി കമൻറ്റ് വിത്ത് റിഗാർഡ് ടു ഹിസ് റോൾ ഇൻ ദ പ്രസൻറ്റ് കേസ്. വലിയ കാര്യം. ഈ കേസ് നമ്പറൊന്നും ഉദ്ധരിച്ചൊന്നും പറയാൻ പാടില്ല. പക്ഷേ എൻ്റെ കൈകൾ ശുദ്ധമാണ്, ഇത് പറയാം. ഈ കേസുമായിട്ട് ബന്ധപ്പെട്ട് എൻ്റെ കൈ ശുദ്ധമാണ്, ഞാൻ സോപ്പിട്ട് കഴിയുന്നതാണെന്നുള്ള അർത്ഥത്തിൽ പറഞ്ഞതാണ്. ചുരുക്കി പറഞ്ഞാൽ ഇയാൾക്ക് എന്തും പറയാം. ഹീ വിൽ നോട്ട് ഇൻറ്ററാക്ട് വിത്ത് എനി ഓഫ് ദ വിറ്റ്നസ്സസ് ആൻഡ് ഓർ ഹാവ്
access to any official files connected with the case. ഈ കേസുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഫയലോ സംഗതിയോ നോക്കാൻ പാടില്ല, നോക്കേണ്ട കാര്യമില്ല. കാരണം അതൊക്കെ നോക്കുന്നത് സിംഗ്വിയാണ്, കേജ്രിവാളല്ല. മനസ്സിലായി? ഹിസ് അഡ്വക്കേറ്റ് ഈസ് ഫ്രീ ടു ആക്സസ് ഓൾ ദീസ് ഫയൽസ്. ഹി ഹാസ് ടു, ബിക്കോസ് ഹി ഈസ് ഫൈറ്റിംഗ് ദ കേസ്. കേജ്രിവാൾ പേഴ്സണലി ഇത് കാണണമെന്നില്ല, കാണാറുമില്ല. ഈ ഫയലൊക്കെ ചെയ്യുന്നത് എന്താ, എല്ലാം കൂടെ സിംഗ്വിയുടെ ഓഫീസിൽ, സിംഗ്വിയുടെ കടൽ പോലത്തെ ഓഫീസും അസിസ്റ്റൻസും ഒക്കെയാണ്. ഞാനിവരുടെ പലരുടെയും ഓഫീസിൽ പോയി ഇത്ര ഭീമാകാരമായ ഓഫീസാണെന്നറിയാമോ, സൂക്ഷിച്ച് നടന്നില്ലെങ്കിൽ ഏതെങ്കിലും നിയമപുസ്തകം തലയിൽ വീണ് നമ്മൾ ചത്തുപോകും. ആ രീതിയിലാണ് ചെയ്യുന്നത്. ഇറ്റ്സ് ഹ്യൂജ്. അപ്പോൾ ഇതെല്ലാം കൂടെ സിംഗ്വി അയാളുടെ അസിസ്റ്റൻറ്റ് കൊടുക്കും. സെൻഗുപ്ത ചൗധരി ഇതറാവ് ये देखना केजरीवाल का है and brief me by evening 5 o'clock. Oh no, 5 o'clock I have a meeting. Can we do this by noon? Sorry, so much files, sir, it will take time, sir. Okay, then tomorrow early morning 7 o'clock first job, because 10 o'clock I have to present it. ഇതാണ് സംഭവം. ഇത് കേജ്രിവാളും നോക്കുന്നില്ല, ഫോർ ദാറ്റ് മാറ്റർ സിംഗ്വി പോലും നോക്കുന്നില്ല. ഈ ജൂനിയേഴ്സ് ഇരുന്ന് റെഡിയാക്കിയിട്ട് ആറ്റിക്കുറുക്കി ഇതിൻ്റെ പോയിൻറ്റ്സ് ഒരു 1-2 പേജാക്കി സിംഗ്വിയുടെ കയ്യിൽ കൊടുക്കും. വെർ ഇസ് P1, വെർ ഇസ് P1, ടാഗ് ഇറ്റ്. P11 ഓൾസോ വെരി ഇമ്പോർട്ടൻറ്റ്. ആൻഡ് യു റിമൈൻഡ് മീ ഹൂ ഈസ് കമ്മിങ് വിത്ത് മീ ഇൻ ദ കോർട്ട്. ദിസ് ഈസ് ദ വേ ദേ കണ്ടക്ട്. അപ്പോൾ ഇതിന് കേജ്രിവാളിൻ്റെ ഒരാവശ്യമില്ല. കേജ്രിവാൾ ഒരു ഫയലും കാണണ്ട, അയാൾ കാണുകയുമില്ല, വായിക്കുകയില്ല. നമുക്ക് കേസ് സിംഗ്വിക്ക് കൊടുത്തിരിക്കുകയല്ലേ. ഈ ജഡ്ജ്മെൻറ്റ് ചെയ്യരുത്. ഇതൊരു പൊളിറ്റിക്കൽ ജഡ്ജ്മെൻറ്റാണ് തീർച്ചയായിട്ടും, ഓബ്വിയസ്ലി. ആൻഡ് ദേ അഡ്മിറ്റഡ് ഇറ്റ്. ആ സത്യസന്ധത അവർ കാണിച്ചിട്ടുണ്ട്. ഫോർ പൊളിറ്റിക്കൽ റീസൺസ്, ഫോർ ജനറൽ ഇലക്ഷൻസ് ക്യാമ്പയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഞങ്ങൾ കൊടുക്കുകയാണ്. ജൂൺ 1-ാം തീയതി, ജൂൺ 2-ാം തീയതി ഇയാൾ സറണ്ടർ ചെയ്യണമെന്ന് പ്രത്യേകം എഴുതിയിട്ടുണ്ട്. ജൂൺ 2-ാം തീയതി ഇയാൾ ജയിലിൽ വന്ന് സറണ്ടർ ചെയ്യണമെന്ന് പ്രത്യേകം എഴുതിയിട്ടുണ്ട്. പിന്നെ ആ 2 എന്നുള്ളത് എനിക്ക് അന്ന് മുട്ടുവേദനയാണെന്നൊക്കെ പറഞ്ഞിട്ട് 3-4 ഒക്കെ ചെയ്യുമായിരിക്കും. അത് വേറെ കാര്യം. 4 കഴിഞ്ഞ് വരാമെന്നാണ് കേജ്രിവാൾ പറഞ്ഞത്. പോരെ എന്ന് ചോദിച്ചു. അവർ പറഞ്ഞു നോ, 1-ാം തീയതി വരെ പ്രചരണം 1-ാം തീയതി വരെ ഇല്ലേ ഉള്ളൂ. അത് കഴിഞ്ഞ് പിന്നെ നിങ്ങൾ എന്തിനാണ് 2-ാം തീയതി നിങ്ങൾ സറണ്ടർ ചെയ്യണം. ഹേമന്ത് സോറൻ അല്ല, കേജ്രിവാളാണ് പുറത്ത് വരേണ്ടത് എന്ന് സുപ്രീം കോടതിക്ക് പ്രത്യേക താല്പര്യമുണ്ടായിരുന്നു. I will not cast any aspersions, especially on Sanjeev Khanna and Dipankar Gupta. But I think Supreme Court felt that this was a political arrest. അവരിത് വീണ്ടും വീണ്ടും ചോദിക്കുന്നുണ്ട്, എഴുതിയതിലുമുണ്ട്. നിങ്ങൾക്ക് 2 വർഷമായി ദിസ് ഈസ് പെൻഡിങ്. നിങ്ങൾ എന്തുകൊണ്ട് ഈ സമയം സെലക്ട് ചെയ്തു ഇയാളെ അറസ്റ്റ് ചെയ്യാൻ? നിങ്ങൾക്ക് 2 വർഷം മുമ്പേ ചെയ്യാമായിരുന്നു. അപ്പോൾ ED പറഞ്ഞു 2 വർഷം മുമ്പേ ഞങ്ങൾ ചെയ്തു എന്ന് വെച്ചോ, ദാറ്റ് അറസ്റ്റ് വിൽ ബി ഡിഫക്റ്റീവ്. കാരണം ഞങ്ങൾക്ക് എല്ലാ തെളിവും കിട്ടിയിട്ടില്ല. ഞങ്ങൾക്കൊരു വിശ്വാസം വരണ്ടേ. പലരും അരവിന്ദ് കേജ്രിവാളിൻ്റെ പേര് പറഞ്ഞു. ഈ പേര് പറഞ്ഞതിൻ്റെ പേരിൽ അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ കോടതി എന്ത് പറയും? ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ ഉടനെ അയാളെ അറസ്റ്റ് ചെയ്തു, ഇവിടെ അയാളെ എന്ന് പറയും. ഇത് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ കംപ്ലീറ്റ് ഇൻഫർമേഷന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുമായിരുന്നു. ഓഫ് കോഴ്സ് വി ഡിഡിൻ ഗെറ്റ് കംപ്ലീറ്റ് ഇൻഫർമേഷൻ, ദാറ്റ് ഈസ് ഓൾസോ ട്രൂ. ഞങ്ങളുടെ ഉള്ള കിട്ടുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിച്ച തെളിവുകൾ കിട്ടിയില്ല. പിന്നെ ഉള്ള തെളിവുകൾ വെച്ചിട്ട് ഞങ്ങൾ അറസ്റ്റ് ചെയ്തു. അതും 9 തവണ സമൻസ് അയച്ചിട്ട് കോടതി സമ്മതിക്കുന്നു. ഒരു പോയിൻ്റ് EDയുടെ ഭാഗത്തുണ്ട് കേജ്രിവാളിനെതിരായിട്ട്. 9 സമൻസ് അയച്ചിട്ടും കേജ്രിവാൾ ഹാജരായില്ല എന്നുള്ളത് അയാളുടെ ഭാഗത്തെ ഒരു തെറ്റ് തന്നെയാണ്. ബട്ട് ജനറൽ ഇലക്ഷൻ വിൽ ഓവർ റൈഡ് എവറിതിങ്. ഇതാണ് സുപ്രീം കോടതി പറയുന്നത്. ഖേദകരമായ ഒരു ജഡ്ജ്മെൻറ്റാണ്. മിസ്യൂസ് ചെയ്യാനുള്ള എല്ലാ പഴുതുകളും ഈ ജഡ്ജ്മെൻറ്റിലുണ്ട്. ദിസ് ഷുഡ് നോട്ട് ഹാവ് ബീൻ ഡൺ. ബട്ട് ഇൻ ദ വിസ്ഡം ഓഫ് ദ കോർട്ട് അവർ വിചാരിച്ചു കാണും ദിസ് അറസ്റ്റ് ഈസ്, ഇതിൻ്റെ ലീഗൽ പാർട്ട് കുറവാണ്, പൊളിറ്റിക്കൽ പാർട്ട് കൂടുതലാണ്. എവരി അറസ്റ്റ് ഈസ് എ പൊളിറ്റിക്കൽ അറസ്റ്റ്. പൊളിറ്റീഷ്യനെ അറസ്റ്റ് ചെയ്യുമ്പോൾ അതൊരു പൊളിറ്റിക്കൽ അറസ്റ്റ് തന്നെയാണ്. അതിൻ്റെ ടൈമിംഗ് ഏജൻസികൾ തീരുമാനിക്കുന്നത് അതിൻ്റെ പൊളിറ്റിക്കൽ ഫോളോ ഔട്ട് കൂടെ. ഇതിൽ നരേന്ദ്രമോദിക്കോ അമിത്ഷായ്ക്കോ ഒന്നും പങ്കുണ്ടെന്നല്ല ഞാൻ പറയുന്നത്. ഏജൻസികൾ ഇത് ചെയ്യുമ്പോൾ തന്നെ ഇതിലുണ്ടാവാൻ പോകുന്ന ഇമ്പാക്റ്റ് അവർ നോക്കും. ഇപ്പോൾ നമ്മുടെ പോപ്പുലർ ഫ്രണ്ട് നിരോധനം അറസ്റ്റ് നോക്കുക, വെളുപ്പിനെ 3:30 മണിക്ക് വന്നാണ് അവർ പോക്കുന്ന ആൾക്കാരെ. എന്തുകൊണ്ട് പകൽ സമയത്ത് ചെയ്തില്ല? പബ്ലിക് അൺറസ്റ്റ് എത്രയുണ്ടാവും? റോഡ് ബ്ലോക്ക് ചെയ്യുക, ഇവർക്ക് പവർ എത്രയുണ്ട്?
ഹൗ മച്ച് ദേ ക്യാൻ ഓപ്പറേറ്റ്, ഇതൊക്കെ നോക്കിയിട്ടാണ് ഈ ടൈമിങ് തീരുമാനിക്കുന്നത്. പോപ്പുലർ ഫ്രണ്ടുകാരെ അറസ്റ്റ് ചെയ്തതും ഒരു പൊളിറ്റിക്കൽ എലമെൻ്റ് അതിലുണ്ട്. ഇതൊരു സാധാരണ മനുഷ്യനെ അറസ്റ്റ് ചെയ്യുന്ന പോലെ അല്ല. ഒരു പൊളിറ്റിക്കൽ അല്ലെങ്കിൽ സോഷ്യൽ ഫോഴ്സ്, സബ്വേഴ്സീവ് ഫോഴ്സ് ഇവരെയൊക്കെ നിരോധിക്കുകയും അറസ്റ്റ് ചെയ്യുകയൊക്കെ ചെയ്യുന്നതിന് ടൈമിംഗ് വളരെ പ്രധാനമാണ്. ആ ടൈമിംഗ് നോക്കിക്കഴിഞ്ഞപ്പോൾ കോടതിക്ക് തോന്നി ശരിയാണ്, ഇവർ അറസ്റ്റ് ഈസ് ഹാവിങ് എ പൊളിറ്റിക്കൽ ആംഗിൾ, ബട്ട് ദിസ് ഈസ് ഹാവിങ് മോർ ടു ഡു വിത്ത് പൊളിറ്റിക്സ് ദാൻ ടു ലോ എന്ന് തോന്നി. ലോ അവിടെ ഉണ്ട്, ഇല്ല എന്നവർ പറയുന്നില്ല. അവർ കൃത്യമായിട്ട് പറയുന്നുണ്ട്. ഇ ഡിയുടെ വളരെ സ്ട്രോങ് കേസാണ്, അതിൻ്റെ ഡീറ്റെയിൽസും ഒക്കെ കൊടുക്കുന്നുണ്ട്. അങ്ങനെയാണ് ഇത് 9 പേജിലെത്തിയത്. അവർ പറഞ്ഞു വളരെ സീരിയസ് ചാർജസാണ് കേജ്രിവാളിൻ്റെ പുറത്തുള്ളത്. അതുകൊണ്ടാണ് ഞങ്ങൾ ഈ കൂടുതൽ സമയം എടുക്കുന്നത്. കൂടുതൽ സമയം എടുക്കുന്നത് കൊണ്ടാണ് ഞങ്ങൾ ഇൻ്ററിം ബെയിൽ കൊടുക്കുന്നത്. മെറിറ്റിൽ പോകാൻ കൂടുതൽ സമയം വേണം എന്നുള്ളത് കൊണ്ട് ഞങ്ങൾ ഇൻ്ററിം ബെയിൽ കൊടുക്കുന്നു. ഇപ്പം മിക്കവാറും കോടതിയെ നയിച്ചിട്ടുള്ളത് ഈ പൊളിറ്റിക്കൽ എലമെൻ്റ് ആയിരിക്കും. ഇറ്റ് ഇസ് എ ഫാക്ട് ദാറ്റ് എവറി അറസ്റ്റ് ഹാസ് ഗോട്ട് എ പൊളിറ്റിക്കൽ എലമെൻറ്റ്. ഹേമന്ത് സോറൻ്റെ അറസ്റ്റിൽ അതുകൊണ്ട്, ഉണ്ടാവില്ല. പൊന്മുടിയുടെ അറസ്റ്റിൽ അതുകൊണ്ട്. അല്ല, ഗവൺമെൻറ് തന്നെ ഒരു പൊളിറ്റിക്കൽ ഫോമല്ലേ, പൊളിറ്റിക്കൽ എസ്റ്റാബ്ലിഷ്മെൻ്റ് ആണ്. ഈ എവറി പൊളിറ്റീഷ്യൻ അയാളെ അറസ്റ്റ് ചെയ്യുമ്പോൾ അതിലൊരു പൊളിറ്റിക്കൽ എലമെൻ്റ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ആ പൊളിറ്റിക്കൽ എലമെൻറ്റ് കൂടുതലാണ് എന്ന് തോന്നിയിട്ടായിരിക്കാം ഇങ്ങനെ ഒരല്പം വിചിത്രമായ ഓർഡർ. ഇതുപോലത്തെ ഓർഡർ പലതും ഒക്കെ ചെയ്തിട്ടൊക്കെ ഉണ്ട് കേട്ടോ. ഈ മഹാനായ VR കൃഷ്ണയ്യർ ഒരു വധശിക്ഷ കേസ് കോടതിയിൽ അപ്പീൽ എടുക്കാതെ ഇൻ ലിമിനി ഡിസ്മിസ് ചെയ്തിട്ടുണ്ട്. ഇദ്ദേഹം വധശിക്ഷയ്ക്കെതിരായിരുന്നു VR കൃഷ്ണയ്യർ. ബട്ട് ഈ ഒരു കേസ് തള്ളിക്കളഞ്ഞു. ആ സകല ജഡ്ജ്മെൻറ്റിലും VR കൃഷ്ണയ്യരുടെ ആ വാക്കുകൾ ഉദ്ധരിക്കുന്നു. ഞാൻ VR കൃഷ്ണയ്യരുടെ ഈ ജഡ്ജ്മെൻറ്റ് തപ്പി വിഷമിച്ചു, കിട്ടുന്നില്ല. പിന്നീടാണ് മനസ്സിലാകുന്നത് അത് ജഡ്ജ്മെൻ്റ് ആയിരുന്നില്ല, ഓർഡറായിരുന്നു. ഇൻ ലിമിനി ഡിസ്മിസ് ചെയ്തിട്ടുള്ള ഓർഡർ. ഹരിയാനയിലോ മറ്റോ ഒരു 10 വയസ്സുള്ള പയ്യനെ ബലി കൊടുത്തു. വലിയ പ്രാർത്ഥനയൊക്കെ നടത്തിയിട്ട് അവൻ്റെ അച്ഛൻ തന്നെ അവൻ്റെ കഴുത്ത് വെട്ടിക്കൊന്നു പ്രാർത്ഥനയുടെ അന്ത്യത്തിൽ. പ്രാർത്ഥന ലോകസമാധാനത്തിന് വേണ്ടിയിട്ടുമാണ്. ആളുമൊക്കെ ഒരുപാടുണ്ടായിരുന്നു. അപ്പോൾ വക്കീലന്മാർ വാദിച്ചു ഇത് ഒരു ഭ്രാന്താണിത്. ലോകസമാധാനം നിലനിർത്താനായിട്ട് സ്വന്തം പുത്രനെ പോലും ത്യജിച്ച അച്ഛൻ എന്നറിയപ്പെടും നാളെ ഞാൻ. എൻ്റെ മകൻ മരിക്കുന്നത് നല്ലൊരു കോസിന് വേണ്ടിയിട്ടാണെന്നൊക്കെ പറഞ്ഞിട്ട് ഈ ഒരുതരം സൈക്കോ സ്വഭാവമാണത്. അതുകൊണ്ട് അയാളെ തൂക്കിക്കൊല്ലരുത് എന്ന് ഇവരുടെ വാദം. ബട്ട് കീഴ്ക്കോടതി സമ്മതിച്ചില്ല, ഹൈക്കോടതി സമ്മതിച്ചില്ല, സുപ്രീം കോടതി വാദം കേൾക്കാൻ പോലും നിന്നില്ല. ജസ്റ്റിസ് VR കൃഷ്ണയ്യർ ദ മോസ്റ്റ് ഹൊറൻഡസ് ആക്ട് എവർ ഹാപ്പൻഡ് ഇൻ ദ വേൾഡ് എന്നൊക്കെ പറഞ്ഞിട്ട്, കാരണം ഇവർ ഹിന്ദുക്കളാണേ, അതുകൊണ്ട് കൃഷ്ണയ്യർക്ക് എന്തും എഴുതാം. എന്നിട്ട് അങ്ങനെ വരാന്തയിൽ വെച്ച് ഡിസ്മിസ് ചെയ്ത് വിട്ടു ആ കേസ്. പക്ഷേ ഇദ്ദേഹത്തിൻ്റെ ഈ ഓക്സ്ഫോർഡ് ഇംഗ്ലീഷ് വരികൾ മറ്റ് ജഡ്ജിമാർ വീണ്ടും വധശിക്ഷ കൊടുക്കുമ്പോഴെല്ലാം ഇതെടുത്തിട്ട് ഈ വാക്കുകൾ കോട്ട് ചെയ്യും. ഭയങ്കര കനമുള്ള വാക്കുകളാണല്ലോ അദ്ദേഹത്തിൻ്റെ, അത് കോട്ട് ചെയ്യും. അങ്ങനെയാണ് പല ജഡ്ജ്മെൻറ്റിൽ ഇത് വന്നപ്പോഴാണ് ഞാനിത് അന്വേഷിച്ചത്. ഇതൊക്കെ ചെയ്തിട്ടുണ്ട് സുപ്രീം കോടതി. ഒരു വധശിക്ഷ എന്തുമായിക്കോട്ടെ ആരുമായിക്കോട്ടെ, നിങ്ങൾ ഒരു റൗണ്ടൊന്ന് വിചാരണ ഹിയറിങ് നടക്കണമല്ലോ, ഹിയറിങ് ഇല്ലാതെ ഡിസ്മിസ് ചെയ്തു ബൈ VR കൃഷ്ണയ്യർ, ഗ്രേറ്റ് ഹ്യൂമനിസ്റ്റ്. ഹി വാസ് എഗൻസ്റ്റ് വധശിക്ഷ. അതാണ് എത്ര ലേഖനങ്ങൾ, എത്ര പ്രസംഗങ്ങൾ വധശിക്ഷയ്ക്കെതിരെ, എത്ര പേരെ പുള്ളി വെറുതെ വിട്ടിരിക്കുന്നു. വധശിക്ഷ ഇളവ് ചെയ്തിട്ട് വലിയ പേരെടുത്ത ആളാണ്. ബട്ട് ഇത് വന്നു കഴിഞ്ഞപ്പോൾ ഹിന്ദു അനാചാരമാണ് എന്ന് പറഞ്ഞിട്ട് കൃഷ്ണൻ ഡിസ്മിസ് ചെയ്തു. നമ്മുടെ ഈ കേസിൽ സഞ്ജീവ് ഖന്ന ചീഫ് ജസ്റ്റിസ് ആകാൻ സാധ്യതയുള്ള ആളല്ലേ? അറിയില്ല, എനിക്ക് അങ്ങനെ പറയുന്നത് കേട്ടോ. 6 മാസം മറ്റോ അദ്ദേഹത്തിന് കിട്ടുമെന്നൊക്കെ പറയുന്നു. മേ ബി ഐ ഡോണ്ട് ഗോ ഫോർ ദിസ് ടൈപ്പ് ഓഫ് പൊളിറ്റിക്സ്. പൊളിറ്റിക്സ് അല്ല, ഞാൻ ജസ്റ്റ് ഒരു ഇൻഫർമേഷൻ പറഞ്ഞതേ. അല്ല, ഈ സുപ്രീം കോടതിയുടെ ഇതിൽ സീനിയോറിറ്റി ലിസ്റ്റ് വാസ്തവത്തിൽ എനിക്ക് അറിയില്ല. അത് അവരുടെ കൊളീജിയം സിസ്റ്റവും സംഗതിയും. ഇപ്പോൾ നിയമനമല്ല, സീനിയോറിറ്റി അനുസരിച്ചാണ്. സഞ്ജീവ് ഖന്ന സീനിയോറിറ്റിയിൽ വരുമെങ്കിൽ ഉടനെയൊന്നുമില്ല. എനിക്ക് തോന്നുന്നത് ഇപ്പോഴിരിക്കുന്ന ചീഫ് ജസ്റ്റിസ് റിട്ടയർ ആവാൻ കുറേ നാളുകൂടെ ഇല്ലേ, അത് കഴിഞ്ഞുള്ള കാര്യമാണില്ല. ബട്ട് ഞാൻ ഐ വിൽ നോട്ട് ചലഞ്ച് ദെയർ എമിനൻസ് ഓർ ദെയർ വിസ്ഡം. വാട്ട് ഹാപ്പൻഡ് എൻ്റെ നോട്ടത്തിൽ ഈ അറസ്റ്റിലെ എല്ലാ അറസ്റ്റിലും പൊളിറ്റിക്കൽ എലമെൻ്റ് ഉള്ളതുപോലെ ഈ അറസ്റ്റിലും പൊളിറ്റിക്കൽ എലമെൻ്റ് ഉണ്ട്. പക്ഷേ ആ പൊളിറ്റിക്കൽ എലമെൻ്റ് കൂടുതലാണ്
നിയമം കുറവും പൊളിറ്റിക്സ് കൂടുതലുമായിപ്പോയി. അതൊന്ന് ബാലൻസ് ചെയ്യേണ്ട ആവശ്യമുണ്ടെന്ന് തോന്നിയിട്ടാണ് ഇത്ര റിസ്കി ആയിട്ടുള്ള, ഒരുപക്ഷെ ദുരുപയോഗം ചെയ്യപ്പെടാൻ ഏറ്റവും സാധ്യതയുള്ള ഒരു ജഡ്ജ്മെൻറ്റ് ഇവരെഴുതിയത് എന്ന് ഞാൻ കരുതുന്നു. പക്ഷേ എൻ്റെ ഒരു നിരീക്ഷണത്തിൽ നമ്മൾ വൈൻഡപ്പ് ചെയ്യുമ്പോൾ ഒരുപാട് പൊളിറ്റിക്കൽ എലമെൻ്റ് ഉള്ള ഒരു വിധിയും കൂടിയാണ്. അതെ അതെ, യെസ്. അതിൻ്റെ കോൺസിക്വൻസ് നമുക്ക് ആ പൊളിറ്റിക്കൽ എലമെൻറ്റ് അവരുടെ സത്യസന്ധത അവിടെയാണ്. അവരത് തുറന്നെഴുതിയിട്ടുണ്ട്. ഈ പ്രോസിക്യൂഷൻ ഹാസ് റൈറ്റ്ലി പോയിൻ്റ് ഔട്ട് ദാറ്റ് ദ അപ്പലൻ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് ആ ഭാഗം വളരെ ക്ലിയറായിട്ട് എഴുതിയിട്ടുണ്ട്. ഇതിൻ്റെ പൊളിറ്റിക്കൽ എലമെൻറ്റും അവർ പറയുന്നുണ്ട്. ഈ ജനറൽ ഇലക്ഷൻ, അതിൽ പങ്കെടുക്കുന്ന വോട്ടർമാർ, അവരെ സ്വാധീനിക്കുന്ന പ്രസംഗങ്ങൾ, പൊതു യോഗങ്ങൾ, അതിൽ പങ്കെടുക്കാനുള്ള ഒരാളുടെ അവകാശം, അത് ഫണ്ടമെൻ്റൽ റൈറ്റ് അല്ല, സ്റ്റാറ്റ്യൂട്ടറി റൈറ്റ് അല്ല, ലീഗൽ റൈറ്റ് പോലുമല്ല, പക്ഷേ അത് കൊടുക്കേണ്ട റൈറ്റാണ്. രാഷ്ട്രീയ നിയമപരമായ കാരണങ്ങളാലല്ല. രാഷ്ട്രീയ കാരണങ്ങളാൽ എന്ന് പറയുന്നില്ല, ഈ പെർട്ടിക്കുലർ വ്യക്തി അയാളുടെ രാഷ്ട്രീയത്തിലുള്ള നില, മറ്റ് സർക്കംസ്റ്റാൻസസ്, ഇതൊക്കെ വെച്ചിട്ട് ഞങ്ങളിത് കൊടുക്കും. അതെ. അപ്പോഴും ഞാൻ ഹേമന്ത് സോറനെ കുറിച്ച് ഓർമ്മിച്ചുകൊണ്ട് നമുക്ക് ഹേമന്ത് സോറിന് വേണ്ടി നമുക്ക് കരയാൻ മാത്രമേ പറ്റുള്ളൂ. കരഞ്ഞുകൊണ്ട് നമുക്ക് ഈ ചർച്ച അവസാനിപ്പിക്കാം. ബട്ട് വൺ തിങ്, ഇത് ഇന്ത്യ മുന്നണിക്ക് വലിയൊരു ബൂസ്റ്റാണ്. ഇതിൻ്റെ പൊളിറ്റിക്കൽ പാർട്ട് നോക്കൂ, ഇന്ത്യ മുന്നണിക്ക് വലിയൊരു ബൂസ്റ്റാണ്, അതേസമയം വലിയൊരു കൺഫ്യൂഷനുമാണ്. കാരണം ഈ നിലയിൽ കേജ്രിവാൾ ചോദിക്കാതെ തന്നെ ജാമ്യം വാങ്ങിയിരിക്കുകയാണ്. കാരണം കേജ്രിവാളിൻ്റെ ഹർജി ഇനിയും നിലനിൽക്കും. അറസ്റ്റ് ഇല്ലീഗലാക്കണമെന്നുള്ള ഹർജി അവർ പറഞ്ഞു, ഞങ്ങളിത് ഉടനെ ലിസ്റ്റ് ചെയ്യാം, ഏറ്റവും വേഗം തീർക്കാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. സോ ഐദർ വേ കേജ്രിവാൾ ഈസ് വിന്നിങ്. അയാളുടെ ഹർജി ഇൻഫ്രക്ച്വസ് ആകുന്നില്ല, അയാൾക്ക് ഇൻ്ററിം ബെയിൽ കൊടുക്കുന്നു. ഹേമന്ത് സോറൻ പാവം ഹർജി ഇൻഫ്രക്ച്വസ് ആകുന്നു, ബെയിലും കിട്ടുന്നില്ല. അയാളും രാഷ്ട്രീയക്കാരനാണ്. മുഖ്യമന്ത്രി ഇത് ഇന്ത്യ മുന്നണിയിൽ ഉണ്ടാക്കുന്ന പ്രശ്നമുണ്ട്. അതെ. കാരണം ഇപ്പോൾ മമതാ ബാനർജി, വിൽ ഷി അക്സെപ്റ്റ് അരവിന്ദ് കേജ്രിവാൾ? എന്നാൽ പിന്നെ ഇനിയിപ്പോൾ ഇന്ത്യ മുന്നണിയുടെ നേതാവ് അരവിന്ദ് കേജ്രിവാൾ ആയിക്കോട്ടെ. ഇല്ല. അല്ല, രാഹുൽ ഗാന്ധി സമ്മതിക്കുമോ? ഇല്ല. പക്ഷേ ടി ജി, ഒരു കാര്യമുണ്ട്. ഈ മുഖ്യമന്ത്രി ആയിരുന്ന ഈ കേസ് അറസ്റ്റ് ചെയ്യപ്പെട്ടപ്പോഴാണ് സോറൻ രാജിവെച്ചത്. ഇപ്പോൾ മുഖ്യമന്ത്രി എന്ന നിലയിൽ വെയിറ്റ് നോക്കിയാൽ കെജ്രിവാളിനേക്കാൾ കൂടുതൽ പവർഫുൾ മുഖ്യമന്ത്രിയുടെ ആബ്സല്യൂട്ട് റൈറ്റ്സ് ഉള്ള മുഖ്യമന്ത്രി ഒരു കാര്യം ഞാൻ പറയാം. ഹേമന്ത് സോറൻ എന്ത് ചെയ്തു എന്നുള്ളത് മാറ്റിവെക്കുക. ഒരു കുറ്റത്തിൽ പെട്ടുപോയ ഒരാൾ എങ്ങനെ പെരുമാറണോ അങ്ങനെ തന്നെയാണ് ഹേമന്ത് സോറൻ. ആദ്യം രാജിവെച്ചു. കേജ്രിവാളിന് രാജിവെച്ചോ? ഇല്ല. ഹേമന്ത് സോറൻ രാജിവെച്ചു. എന്നിട്ട് ഹേമന്ത് സോറൻ ജാമ്യത്തിന് പോയി. ഇതൊക്കെയാണോ ഹേമന്ത് സോറൻ്റെ കുറ്റം? അതുകൊണ്ടാണ് ജാമ്യം കൊടുക്കാത്തത്. ഇയാൾ രാജിയും വെച്ചിട്ടില്ല, ജാമ്യാപേക്ഷയും കൊടുത്തിട്ടില്ല, ഒരു ചുക്കും ചെയ്തിട്ടില്ല. മുഖ്യമന്ത്രിയുടെ പവേഴ്സ് വിനിയോഗിക്കാൻ സുപ്രീം കോടതി ഒരു ഇൻഡയറക്റ്റ് പെർമിഷൻ കൊടുത്തു. അല്ല, ഞാൻ ചോദിക്കുന്നത്, ഇപ്പോൾ നമ്മുടെ ഈ ഡൽഹി മുഖ്യമന്ത്രി എന്ന് പറയുന്നത് നമ്മുടെ കൊച്ചി മേയറെ പോലെ ഉള്ള ഒരു സ്റ്റാറ്റസ് ആണ്. അത്രയേ ഉള്ളൂ. അദ്ദേഹം ഒരു 100% മുഖ്യമന്ത്രിയാണ്, എല്ലാ പവേഴ്സും. ഹേമന്ത് സോറൻ അങ്ങനെ. അതെ, 100%. അപ്പോൾ യഥാർത്ഥത്തിൽ ഒരു വെയിറ്റ് കിട്ടേണ്ട ആൾ ഹേമന്ത് സോറനാണ്. പക്ഷേ ഹേമന്ത് സോറിന് വേണ്ടി അമേരിക്കയും ജർമ്മനിയും UN ഒന്നും പറഞ്ഞില്ല രജി. ഐ വിൽ നോട്ട് കമൻറ്റ് ഓൺ ദാറ്റ്. അതൊക്കെ നമ്മുടെ ഈ അന്തരീക്ഷത്തിൽ ഉണ്ടാവും ഇതൊക്കെ. അല്ല, ഞാനൊരു വക്കീലും കൂടിയായതുകൊണ്ട് ചില റെസ്ട്രിക്ഷൻസ് ഞാൻ സെൽഫ് ഇമ്പോസ് ചെയ്തിട്ടോ. ആരും എന്നെ തൂക്കിക്കൊല്ലുമെന്നോ അല്ലെങ്കിൽ കോർട്ടലക്ഷ്യത്തിന് പിടിക്കപ്പെടുന്നു അങ്ങനെയൊന്നും വിചാരിച്ചിട്ടല്ല. ഞാൻ ചില സെൽഫ് ഇമ്പോസ്ഡ് ഡിസിപ്ലിൻ വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ ആ ഏരിയയിലേക്ക് കടക്കുന്നില്ല. ഏതായാലും ചോദ്യങ്ങൾ ബാക്കിയാണ്. യെസ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.